നമസ്കാരം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ ഹോം മാച്ച് ഇന്ന് കൊച്ചിയിൽ വെച്ചാണ് നടന്നത്. 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബിനോട് തോൽക്കുകയാണ് ഉണ്ടായത്. ഫസ്റ്റ് ഹാഫ് രണ്ട് ടീമും നന്നായി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും പഞ്ചാബിൻ്റെ ഭാഗത്ത് നിന്നാണ് നല്ല അറ്റാക്ക് കുറച്ചുകൂടി കാണാൻ കഴിഞ്ഞത്. ഇരു ഫ്ലാങ്കിലൂടെയും നല്ല രീതിയിൽ പഞ്ചാബ് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ഫൈനൽ ഫിനിഷിംഗ് പോരായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് ആദ്യ പകുതിയിൽ പഞ്ചാബിന് ഗോൾ നേടാതെ കളി അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇതിനിടെ KBFCയുടെ ഭാഗത്ത് നിന്ന് നല്ല ഡിഫെൻസീവ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മിലോസിൻ്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ ഡിഫെൻസീവ് ഔട്ട്പുട്ട് ഉണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് തന്നെയായിരുന്നു നല്ല ബോൾ പൊസിഷൻ. പക്ഷേ എന്നാലും ക്രിയേറ്റീവായ ഒരു മിഡ്ഫീൽഡറുടെ അഭാവം അവർക്കത് ഫൈനൽ തേർഡിൽ ബോൾ എത്തിക്കുന്നതിനൊന്നും കഴിഞ്ഞില്ല. പ്രത്യേകിച്ചും ലൂണയുടെ അഭാവം നല്ലോണം നിലനിച്ചു. ഈ സമയത്ത് എന്തുകൊണ്ട് വിപിനെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയില്ല എന്ന് തോന്നി. ഒരു മിഡ്ഫീൽഡറിൻ്റെ കുറവ് അത്രമാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് അനുഭവിച്ചു ഫസ്റ്റ് ഹാഫിൽ. എന്തായാലും ഗോൾ വഴങ്ങാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതി അവസാനിപ്പിച്ചു. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ തന്നെ ജീസസും വിപിനും ഇറക്കി. അതിനുശേഷം വിപിൻ വന്നതോടുകൂടി മിഡ്ഫീൽഡ് ഉണർന്ന് കളിച്ചു എന്ന് തന്നെ പറയാം. ബോൾ ഹോൾഡ് ചെയ്യാനും ക്രിയേറ്റീവ് മുന്നേറ്റങ്ങൾ നടത്താനും വിപിന് സാധിച്ചു. വിപിൻ, ജീസസ്, നോവ ഇതിലൂടെ നല്ല അറ്റാക്കും കാണാൻ കഴിഞ്ഞു. അതുപോലെ നല്ല 1-2 ഷൂട്ട്സും ഈ സമയത്ത് സെക്കൻഡ് ഹാഫിൽ കാണാൻ കഴിഞ്ഞു. ഇതെല്ലാം വിപിൻ്റെ മിഡ്ഫീൽഡിലുള്ള ക്രിയേറ്റീവ് മുന്നേറ്റത്തിലൂടെ തന്നെയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഈ സമയത്താണ് പഞ്ചാബിൻ്റെ ഭാഗത്തു നിന്നും ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടായത്. അത് ലൂക്ക മച്ചനാണ് ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം അവരുടെ അറ്റാക്കിന് ഒന്നുകൂടെ മൂർച്ച കൈവന്നു എന്ന് തന്നെ പറയാം. നല്ല രീതിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർ ത്രെട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അങ്ങോട്ടും നല്ല അറ്റാക്കും മൂവ്മെൻറ്റ്സും ഉണ്ടായി. എന്നിരുന്നാലും ഗോളൊന്നും ഇല്ലാതെ അങ്ങനെ രണ്ട് ടീമും മുന്നോട്ട് പോവുകയാണ്. സഹീവിൻ്റെ ഡിഫെൻസീവ് എററിലൂടെ പെനാൽറ്റി ബോക്സിൽ ലിയോൺ അഗസ്റ്റിനെ വീഴ്ത്തിയതിലൂടെ പഞ്ചാബ് പെനാൽറ്റി നേടിയതും ലൂക്ക മച്ചൻ തന്നെയാണ് ഗോൾ എടുത്തതും. നല്ലൊരു ഗോളിലൂടെ പഞ്ചാബ് 1-0 മുന്നിട്ടായി. പതിവ് പോലെ കേരള ബ്ലാസ്റ്റേഴ്സ് തോൽക്കും എന്ന് കരുതി. ആ സമയത്താണ് ജീസസിലൂടെ ഒരു ഗോൾ കൂടി പിറന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് 1-1 സമനില പിടിച്ചതും കാണികളെയും നല്ല ആവേശത്തിലാക്കിയ നല്ലൊരു ഗോൾ തന്നെയായിരുന്നു ജീസസിൻ്റെ ഹെഡറിലൂടെ പിറന്നത്. 90-ാം മിനിറ്റിലാണ് ഈ ഗോൾ വന്നത്. മാച്ച് 1-1 സമനില ആകും എന്ന് വിചാരിച്ച ആ സമയത്താണ് വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിഫെൻസീവ് എററിലൂടെ മിർസൽ ജേക്കിലൂടെ 95-ാം മിനിറ്റിൽ പഞ്ചാബ് വീണ്ടും ഒരു ഗോൾ കൂടി നേടി. അങ്ങനെ പഞ്ചാബ് 2-1 വിജയിക്കുകയാണ് ഉണ്ടായത്. ഈ തോൽവിയിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എടുത്ത് പറയേണ്ടത് മിലോസിൻ്റെ കളി തന്നെയാണ്. അദ്ദേഹം ഡിഫെൻസിൽ നല്ല കോൺട്രിബ്യൂഷനാണ് KBFCക്ക് ഇന്ന് കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ നല്ല സേവ് ഉണ്ടായിരുന്നു, ടാക്ലിംഗ് എല്ലാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതെല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിപിൻ, ജീസസ് സെക്കൻഡ് ഹാഫിൽ ഇറങ്ങിയതിന് ശേഷം അവരും നല്ല രീതിയിൽ അവരുടെ ഭാഗത്തു നിന്നും കോൺട്രിബ്യൂഷൻ ഉണ്ടായി. എന്തുകൊണ്ടാണ് കോച്ച് ഇവരെ ഫസ്റ്റ് ഹാഫിൽ ഇറക്കിയില്ല എന്ന് തോന്നി. അവരോട് ഇറങ്ങിയിരുന്നെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ റിസൾട്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ റിസൾട്ട് എന്തായാലും ഇതായിരിക്കില്ല എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു അവരുടെ ഫസ്റ്റ് ഹാഫിലെ അഭാവം. ഇതിനിടയിൽ നല്ലൊരു രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫൗൾ ലൂക്ക മച്ചൻ അതിജീവിച്ചു. ഈ ഫൗളിലൂടെ കളി കുറച്ച് മിനിറ്റുകൾ നീണ്ടുപോയി. 90-ാം മിനിറ്റിൽ വരെ കളി എത്തി. എന്തായാലും പതിവ് പോലെ നിർഭാഗ്യം കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും വന്നിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് 2-1 തോൽക്കുകയാണ് ഉണ്ടായത്. എന്തായാലും നെക്സ്റ്റ് മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോച്ചിന് നല്ല ക്ലാരിറ്റിയോടെ ടീമിനെ സെറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചാനലും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.